ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങള് അയാളടുത്തേക്ക് പോകണം. എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം. അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ? ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം. പട്ടിയെ പോലെ വന്ന് കാവല് നിൽക്കണം. അയാള് വലിയ അഞ്ഞൂറാനല്ലേ? മിക്കത്ത് എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന അഞ്ഞൂറാൻ. ചെല്ലേ, ചെന്ന് ചോദിക്കേ. ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു തരാൻ അയാൾ തയ്യാറാവും. നിക്കണവിടെ. ആരുടെ ചോദിച്ചാൽ പഠിക്കാതെ കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ 500 ആട്ടി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട, അതെ ഇങ്ങോട്ട് കയറ്റിവിടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാനായിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ? അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 ഇല്ല. ഇവിടെ പോയി നിങ്ങൾ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? അല്ല പിന്നെ ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മറ്റു കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല, അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും, ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ, നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിത്തരും നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്. അല്ല, നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടിയേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവാട്ട് എവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ രാമഭദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടിച്ചാൻ പരത്തിക്കളയും പന്നി. സഹോദര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം.
ചാവാണ്ട് മാറാൻ വേണ്ടിട്ട് മുമ്പിൽ നിന്ന്. എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പം ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ. അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. ആ പരിസരത്ത് പോലും ഞാൻ വരില്ല. ദേവി ചെയ്ത് അച്ഛൻ അവിടെ പോവരുത്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛ. അതിന് കൊച്ചേട്ടനും വലിയേട്ടനും അവർക്ക് കൂട്ടു നിൽക്കരുത്. പറഞ്ഞു നിൽക്കാതെ അവന്റെ നെഞ്ചത്തോടെ കയറ്റി വിടാൻ വേണ്ടി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. നിങ്ങളും അവിടെ വരരുത്. ആ കല്യാണം നടത്തരുത്. അച്ഛൻ തോൽക്കരുത്. എനിക്ക് എന്റെ അച്ഛനാ വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാവരുത്. ഞങ്ങളവിടെ പോവും, ആ കല്യാണം നടത്തും. തടയാനെങ്ങാനും വന്നാ നിന്നെ കൊന്നെങ്കിലും അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. 500 മകൻ ബാലരാമനാ പറഞ്ഞേ, ഓർത്തോ? എന്നാൽ അതേ 500 മോൻ രാമഭദ്രൻ പറയുന്ന ഓർത്തോ? ഞാൻ അവിടെ വരും. നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാടാ. കാണാം. ആ കാണാം. ഞാനല്ലേ പറയുന്നത്, നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ. രാമഭദ്രൻ അവിടെ വന്നിരിക്കും. അവൻ തന്നെ നിന്റെ കഴുത്തി താലി കെട്ടുകയും ചെയ്യും. വേണ്ട, ഞാൻ വരില്ല. ഇങ്ങനെ ബഹളവും ലഹളയും ഒക്കെ ആയിട്ട് എന്റെ കഴുത്തിൽ ആരും താലി കെട്ടണ്ട. എന്റെ അമ്മയുടെ കല്യാണം പോലെ ഇതും വെട്ടും മുത്തും ഒക്കെ ആയി തീരാൻ ഞാൻ സമ്മതിക്കില്ല. മാലു, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനും ഈ പാടക്കപ്പെടുന്നത്. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം. നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ, 500 നോക്കി നിൽക്കേ. രാമഭദ്രൻ നിന്റെ കഴുത്തി താലി കെട്ടണം. അതല്ല, ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ അയക്കോ, നിന്റെ ഇഷ്ടം പോലെ അയക്കോ. വരൂ. ഇതാണ് കുട്ടി. ഇതെന്റെ ഭാര്യ, ഇത് അനിയന്റെ ഭാര്യ. പൊയ്ക്കോളൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണണം. ഇവിടെ നിന്നും പോകരുത്. പ്രത്യേകിച്ച് ആവയെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്. വരൂ വരൂ. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ, എന്നോട് കയറെന്ന് പറയാ. നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കയറൂടാ. അമ്മയുടെ ഉങ്കും ഭാഗമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധം ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയെ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ, കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോകാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്കേ ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ. അവനെ. അയ്യോ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി.
കൊല്ലുവാടാ നിന്നെ ഞങ്ങളിന്ന് കൊല്ലും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമേ ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ 500 അറിയുമായിരുന്നില്ലേ, ബാലാമേട്ടൻ അറിയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മ തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല, വാ വാടാ. രാമഭദ്ര പാത്രം മായൻകുട്ടി പാത്രം ഒച്ചെടുക്കില്ലെന്ന്. നിക്കവിടെ. ഇതെന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര.